അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടിലെ കൂടോത്രം അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ കൊട്ടേഷനാണെന്നായിരുന്നു ഡിവൈഎഫ്ഐയുടെ ആരോപണം. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജാണ് അങ്ങനെ പ്രതികരിച്ചത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിന്റെ ഭാഗമാണിത്. കൊട്ടേഷൻ കൂടോത്രമാണ് നടന്നതെന്നും വി കെ സനോജ് ന്യൂസ് 18 പറഞ്ഞു. കെ പി സി അധ്യക്ഷൻ കെ സുധാകരന്റെ വീട്ടിൽ കൂടോത്രം ചെയ്തുവെന്ന ആരോപണം അദ്ദേഹം തന്നെ ഉന്നയിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ഇന്നലെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ നമ്മോടൊപ്പം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ചേരുന്നു. എങ്ങനെയാണ് ഈ ഒരു കൂടോത്രവും അതുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളെയൊക്കെ ഈ ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ കാണുന്നു? ഇവിടെ ഇപ്പൊ കെ പി സി സിയുടെ അധ്യക്ഷൻ, അദ്ദേഹം കെ പി സിയുടെ അധ്യക്ഷൻ മാത്രമല്ല, അദ്ദേഹം കണ്ണൂർ പാർലമെന്റ് അംഗം കൂടിയാണ്. പാർലമെന്റ് അംഗം ഭരണഘടന തൊട്ടാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഭരണഘടനയോടും ജനങ്ങളോടും കൂറ് പുലർത്തണം. അപ്പോൾ രാഷ്ട്രീയമായ തീരുമാനങ്ങൾ, രാഷ്ട്രീയമായ കൂടിയാലോചനകൾ, ഇവയിൽ കൂടിയാണ് ജനസേവനം ശക്തിപ്പെടുത്തേണ്ടത്. പക്ഷെ ഇതിന് പകരം ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം ഇങ്ങനെയുള്ള മന്ത്രവാദികളെയും ഇങ്ങനെയുള്ള ആളുകളെല്ലാം ആശ്രയിച്ച് അതിൽ അഭയം കണ്ടെത്തുകയാണ്. ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കൂ, ആ ശബ്ദ സന്ദേശത്തിൽ മറ്റൊരു പാർലമെന്റ് അംഗം കൂടി ഉണ്ട് എന്നത് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്നതാണ്. അപ്പൊ ആരാണ് കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കിടയിൽ, ഈ ഗ്രൂപ്പ് പോരിനിടയിൽ ആളുകളെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി അവർ വെളിപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പൊ സുധാകരൻ തന്നെ എന്റെ ജീവൻ കിട്ടിയത് ഭാഗ്യം എന്നാ പറഞ്ഞത്, അല്ലാതെ ഇമാതിരി ഇത്തരം കാര്യങ്ങളൊന്നും എനിക്ക് വിശ്വാസമില്ല, ഇതുകൊണ്ടൊന്നും എന്നെ തകർക്കാൻ കഴിയില്ല എന്ന ഒരു യുക്തിഭദ്രമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് പകരം കാര്യങ്ങൾ തളർന്നുപോയി ഒരു പാർലമെന്റ് അംഗം എന്നെ ഇതൊക്കെ ബാധിച്ചു എന്ന് ജനങ്ങളോട് പറയുകയാണ്. എത്രമാത്രം വലിയ നാണക്കേടാണ് നമുക്ക് നമ്മുടെ നാടിന് ഉണ്ടാവുന്നത്. ഇങ്ങനെയാണോ ജനപ്രതിനിധികൾ പെരുമാറേണ്ടത്? അപ്പോ ഇതിപ്പോ കോൺഗ്രസിലെ തന്നെ ആളുകൾ പറയുന്നത്, ഇപ്പൊ വി ഡി സതീശന്റെ കൊട്ടേഷൻ എന്നാ പറയുന്നത്. വി ഡി സതീശനും ഇയാളും തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാവണം എന്ന കാര്യത്തിൽ വലിയ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കോൺഗ്രസിനകത്ത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ആയിട്ട് സുധാകരൻ വരുമോ എന്ന ഭയത്താൽ ഈ വി ഡി സതീശന്റെ കൊട്ടേഷനുമായിട്ടാണ് ചില മന്ത്രവാദികൾ കണ്ണൂരിൽ ക്യാമ്പടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പുതിയ കൊട്ടേഷൻ, കൂടോത്ര കൊട്ടേഷൻ ആദ്യമായിട്ട് കൊട്ടേഷനാണ് ഇത്. വി ഡി സതീശന്റെ കൊട്ടേഷനാണ്. വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കണ്ണൂരിൽ വന്ന് തമ്പടിച്ച് ഈ സുധാകരനെതിരായി കൂടോത്രം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് സുധാകരന്റെ പക്ഷത്തെ ആളുകൾ പറയുന്നത്. ഏതായാലും ഇത് വളരെ വിചിത്രമായിട്ടുള്ള അനുഭവമായിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഇത് വളരെ ഗൌരവത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. കേരളത്തിൽ ജനങ്ങൾ ഇവരെ തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയമായ കൂടിയാലോചനകൾ, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന കാര്യത്തെയൊക്കെ മുൻനിർത്തിയിട്ട് തീരുമാനമൊക്കെ എടുക്കാനാണ്. പക്ഷെ അതിന് പകരം ഇവര് ഇത്തരം ആളുകളെ ആശ്രയിച്ച് ജനങ്ങളെ വിഡ്ഢിയാക്കുകയാണ്. ഇതിലെ കൂടെ ഉണ്ടായിരുന്ന എം പി, കാസർഗോഡ് എം പി രാജുമുണ്ണിത്താൻ ഞങ്ങൾ വേറൊരു അഭിമുഖത്തിൽ സംസാരിച്ചു. ഇത് ഞങ്ങൾ അറിഞ്ഞിട്ട് തന്നെ ചോദിച്ചതാണ്, ഈ കൂടോത്രമൊക്കെ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു വിശ്വാസം ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് പറഞ്ഞത്, നെഹ്റുവിന്റെ കോൺഗ്രസ് ഇവിടെ എത്തി നിൽക്കുന്നു എന്നാണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ഇവര് പൂർണ്ണമായിട്ടും ഇത്തരം സംഘങ്ങളെ ആശ്രയിക്കുകയാണ്. അപ്പൊ ഇവർക്കിടയിലുള്ള വൈരാഗ്യം മൂത്ത് ഇതൊക്കെ ചെറിയ പൈസയല്ല, ഇതിനൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം കൂടോത്ര പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് പല ആളുകളെയും സമീപിച്ച് ഇങ്ങനെയുള്ള ദുർമന്ത്രവാദിനികൾക്ക് പണം കൊടുത്ത് കൊണ്ടുവന്ന് എതിർ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളുടെ നേർക്ക് ഇത്തരം കാര്യങ്ങൾ സൃഷ്ടിക്കുകയാണ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് എത്രമാത്രം വലിയ നാണക്കേടാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ എവിടെയാണ് നമ്മളിപ്പോൾ AI കാലത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ രാവിലെ AI കുറിച്ചുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്ന MP ഒരു വൈകുന്നേരം മണിക്കൂറുകൾ കഴിയുമ്പോഴേക്ക് ഇത്തരം കൂടോത്രങ്ങളിൽ അഭിരമിക്കുന്നതും അഭയം പ്രാപിക്കുന്നതും അത് എനിക്ക് വിശ്വാസമുണ്ട് എന്ന് വിളിച്ചു പറയാൻ യാതൊരു ലജ്ജയുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മുടെ അങ്ങേറ്റം ദുഃഖകരമായിട്ടുള്ള അനുഭവമാണ്. നമ്മൾ പത്തനംതിട്ടയിൽ കണ്ടു, 2 സ്ത്രീകളെയാണ് അവിടെ കൊന്നു കുഴിച്ചു മൂടിയത്. അത്രമാത്രം വലിയ ഞെട്ടലോടുകൂടി നമ്മൾ ആ വാർത്തയൊക്കെ കണ്ടത്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ള തലത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇത് ഗവൺമെന്റ് ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വന്നിട്ട് ഈ ഒരു കൂടോത്രത്തിന്റെ ഒരു ആശങ്കയും ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ശ്രദ്ധയപ്പെട്ടിരുന്നു. അതേ പറഞ്ഞ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നു. അതേ പറഞ്ഞൊരു കൂടോത്ര കൊട്ടേഷനിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് പോവുകയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഗ്രൂപ്പിസം, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു വടംവലി ഇവിടെ കോൺഗ്രസിനെ എത്തിച്ചു എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇന്നിപ്പോ നിയമസഭയിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ട്, ഏത് ഇരുണ്ട കാലത്തിലാണ് നിങ്ങൾ, ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നാണ്. ആ ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങൾ ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോട് ചോദിക്കുന്നത്. നിങ്ങൾ ഏത് ഇരുണ്ട യുഗത്തിലാണ് ജീവിക്കുന്നത്?
ഇത് നിയമസഭയിൽ ഇതൊരു ബന്ധപ്പെട്ട ബില്ല് വരുമെന്ന് കുറെ ആൾ കേൾക്കുന്നു. അപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ പരിഗണനയാണ് ആ ബില്ല്, ഈ അനാചാരം അന്ധവിശ്വാസ നിയമ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ളത്. അത് കുറച്ചുകൂടെ സ്പീഡപ്പ് ആക്കട്ടെ ഗവൺമെന്റ് ശരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ ഈ പത്തനംതിട്ടയിലെ കൊലപാതകം ഉൾപ്പെടെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെല്ലാം വിധത്തിൽ കൂടിയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളെ മറികടക്കാൻ വേണ്ടി കഴിയുക. അത് കേവലം ഒരു ബില്ലിൽ കൂടിയോ നിയമത്തിൽ കൂടിയോ മാത്രം നടത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് ഇത്തരം കാര്യങ്ങൾക്ക് സഹായകരമാവുമെങ്കിൽ എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ നടപ്പാക്കണമെന്ന അഭിപ്രായം തന്നെ ഡിവൈഎഫ്ഐക്ക്. സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ നേതാക്കളാണ് ഇത്തരമൊരു കൂടോത്രം അതിൽ വിശ്വാസമുണ്ടെന്ന തരത്തിൽ പരസ്യമായി തന്നെ പറയുന്നത്. ആ സാഹചര്യമാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ചൂണ്ടിക്കാട്ടുന്നത്. നിയമനിർമ്മാണം വളരെ അനിവാര്യമായ കാര്യമാണ്. അതിനപ്പുറത്തേക്ക് കൂടോത്ര കൊട്ടേഷൻ എന്ന പുതിയൊരു പദം കൂടി അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭാവന ചെയ്തിരിക്കുകയാണ്. വി അരുണാണ് വി കെ സനോജുമായി സംസാരിച്ചത്. കൂടോത്ര കൊട്ടേഷൻ എന്നുള്ളതാണ് സനോജിന്റെ